30ാമത് IFFK വേദിയിൽ ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം സ്വന്തം ചിത്രവുമായെത്തിയ ഒരു സംഘം ചെറുപ്പക്കാരാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. കാത്തിരിപ്പ് എന്ന് പറയുന്ന ചിത്രവുമായെത്തിയ നിബിൻ നാരായണനും സംഘവുമാണ് ഇന്ന് കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. വരയും വരികളിലൂടെയും സോഷ്യൽ മീഡിയ ലോകത്ത് സജീവമായ നിബിൻ നാരായണനും അണിയറ പ്രവർത്തകരും സിനിമയുടെ അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. കാത്തിരിപ്പുകൾക്കൊടുവിൽ IFFKയിലേക്ക് കാത്തിരിപ്പ് എന്ന് പറയുന്നൊരു സിനിമയുമായിട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. ഈ കാത്തിരിപ്പുമായിട്ട് IFFKയിൽ എത്തുമ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെയാണ്? ഇത്തവണത്തെ IFFK വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. കാരണം ഇതുവരെ ഉള്ളതിൽ ഒരു ഡെലിഗേറ്റ് ആയിട്ടായിരുന്നല്ലോ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്രയും നാളും പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് ഫെസ്റ്റിവലിൽ വരണം, ഇവിടെ വരുന്ന ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് അത് സ്വന്തം സിനിമ ആ ഒരു അനുഭവത്തിൽ കാണണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. ഇത്തവണത്തെ IFFKയിൽ അത് നമുക്കത് സാധിക്കാൻ പറ്റി. പിന്നെ ഒരു സ്ക്രീനിങ് കഴിഞ്ഞു സിനിമയുടെ, 2 സ്ക്രീനിങ് ബാക്കിയുണ്ട്, 15-നും 17-നും. ആദ്യത്തെ സ്ക്രീനിങ്ങിൽ അത്യാവശ്യം നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സിനിമ എന്ന് പറയുന്നത് 2 ക്യാരക്ടേഴ്സ് മാത്രമുള്ള ഒരു സ്പേസിൽ ഒരു രാത്രിയിൽ നടക്കുന്ന കോൺവെർസേഷനിലൂടെ ബിൽഡ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അല്പം ഒരു പരീക്ഷണ സ്വഭാവത്തിലുള്ള ഒരു സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ എഫേർട്ട് അത്യാവശ്യം അതിൻ്റെ ഒരു പോയിന്റിൽ എത്തിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നല്ല അനുഭവമാണ് മൊത്തത്തിൽ. 2 കഥാപാത്രങ്ങൾ സംഭാഷണങ്ങളിലൂടെയാണ് പോകുന്നത്. നിബിൻ്റെ വരകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. അതിനകത്ത് ക്രിസ്പായിട്ടുള്ള സംഭാഷണ വരികളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സിനിമയിലേക്ക് ഈ സംഭാഷണങ്ങൾ എഴുതുമ്പോൾ ആ എഴുതിയ സോഷ്യൽ മീഡിയയിൽ എഴുതിയ വരകൾക്കും വരികൾക്കും എങ്ങനെ സഹായം നൽകാൻ പറ്റിയിട്ടുണ്ട്? സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ഞാൻ അത് മിനിമലായിട്ടുള്ള ഒരു സ്വഭാവത്തിലാണ് അത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, ഒരുപാട് വരികളൊന്നും ഇല്ലാതെ ഏറ്റവും മിനിമലായിട്ടുള്ള രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന വരയുടെ ഒരു സ്വഭാവം. ഇത് പക്ഷേ ഈ സിനിമ കുറച്ചും കൂടി കോൺവെർസേഷനിലൂടെ തന്നെ ബിൽഡ് ചെയ്ത ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ട് ഇതിൽ. 2 ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ആർട്ടിൻ്റെയും ഈ സിനിമയുടെയും സ്വഭാവം എഴുത്ത് വയസ്സ് രണ്ടും വേറെ വേറെയാണ്. പിന്നെ ഇതിൻ്റെ ഡയലോഗ്സിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റേ ക്യാരക്ടർ എന്തായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ടാവും. അതൊരു നാച്ചുറലായിട്ട് വന്നിട്ടുള്ളൊരു തോട്ട് പ്രോസസ് ആണത്. ഒരാളൊന്ന് പറയുന്നു, അടുത്ത ആൾ അതിനോട് റിയാക്ട് ചെയ്യും, അപ്പം മറ്റേ ക്യാരക്ടർ എങ്ങനെയായിരിക്കും തിരിച്ചതിനോട് റിയാക്ട് ചെയ്യുക. അങ്ങനെ കുറച്ചധികം എഴുത്ത് വേണ്ടി വന്നൊരു പ്രോസസ്സാണ് ഈ സിനിമയുടെ എഴുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു. സംഭാഷണങ്ങളേക്കാൾ കൂടുതൽ കുറച്ച് ബിംബങ്ങളും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബിംബങ്ങളിലേക്കൂടെ കഥ പറയാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത്? സിനിമയിലുള്ള ബിംബങ്ങൾ എന്ന് പറയുന്നത് എനിക്കൊന്ന് കുറേ എലമെൻസ് ഒക്കെ നമുക്ക് ആ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ക്യാരക്ടർ ജീവിക്കുന്ന സ്പേസിനെ കുറിച്ചിട്ടും അയാളുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ചിട്ടും ഞങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെ വേണ്ടിയിരുന്നത് അയാൾ താമസിക്കുന്ന ആ വീടായിരുന്നു. അതൊരു വീട് കിട്ടിയപ്പോൾ ആ വീടിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ക്യാരക്ടർ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി. ആ വീടിൻ്റെ അകത്ത് തന്നെ ഈ ക്യാരക്ടർ ആ വീട്ടിൽ ജീവിക്കുന്നത് പോലെ അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കുറേ ജീവികളെ കൂടി കാണാൻ പറ്റി. ഞങ്ങൾക്ക് കിട്ടിയ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അതിൻ്റെ അകത്ത് തന്നെയുള്ള ചെറിയ ജീവികൾ, ആ ജീവികളുടെ സ്വഭാവം ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവമായിട്ട് ഞങ്ങൾക്കൊരു സാമ്യത തോന്നി. ഞങ്ങൾക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ലൊക്കേഷനിൽ. എഡിറ്റിൻ്റെ സമയത്ത് അത് കൃത്യമായിട്ട് സിനിമയിലേക്ക് ഞങ്ങൾക്കത് യോജിപ്പിക്കാനും പറ്റി. അങ്ങനെ വന്നതാണ് കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള ബിംബങ്ങൾ. പിന്നെ ആ ക്യാരക്ടറിൻ്റെതായിട്ടുള്ള സ്വഭാവം, സിനിമയുടെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ടുള്ള ഇമേജുകൾ കുറച്ചെണ്ണം മനസ്സിലുണ്ടായിരുന്നു. അതും ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയിരുന്നു. മിനിമൽ ബജറ്റിലാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഒരു മിനിമൽ ബജറ്റിൽ ആ സിനിമ ചെയ്തപ്പോഴുള്ള അണിയറ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു അനുഭവം എന്ന് പങ്കുവെക്കാമോ? മിനിമൽ ബജറ്റിൽ സിനിമ ചെയ്തപ്പോൾ അണിയറ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണികൾ വളരെ കുറച്ച് പേര് എടുക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഒറ്റ ലൊക്കേഷനിൽ നടക്കുന്നൊരു കഥയാണെങ്കിൽ കൂടി ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കുറേ നാൾ നമ്മൾ അനുഭവിച്ചു. അങ്ങനെ ഒരു വീട് കിട്ടി. അപ്പോൾ ആ വീടിന് നമ്മുടെ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീടാക്കി മാറ്റണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആർട്ട് പരിപാടികൾ ചെയ്യേണ്ടി വന്നു. അതും ആ ഫിസിക്കൽ അധ്വാനവും അതിൻ്റെ ക്രിയേറ്റീവ് അധ്വാനവും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടി വന്നത്. ബഡ്ജറ്റിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള കൂടുതൽ അതിൽ പണിയെടുക്കേണ്ടി വന്നു. ഫിസിക്കൽ അധ്വാനം കുറച്ചധികം നമുക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ചുരുങ്ങിയ ബഡ്ജറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഉണ്ടായി വന്നിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതിൽ ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത്
ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടുമൊക്കെയാണ് ഈ സിനിമ ഉണ്ടായി വന്നത്. ആ ഉണ്ടായി വരാനുള്ള ആ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ആണെന്ന് പറയുമെങ്കിലും അതിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുള്ള രഞ്ജുവിൻ്റെ പാർട്ട്ണറായിട്ടുള്ള എലിസബത്തും കൂടിയിട്ടാണ് നമുക്ക് ഒരു ചെറിയ സിനിമ ചെയ്യാം, പൈസയുടെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമുക്കത് ഒപ്പിക്കാം, നമുക്കൊരു സിനിമ ചെയ്യുകയാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത് എന്നുള്ളൊരു ധൈര്യം തരുന്നത് ഇവരാണ്. അപ്പോൾ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വലിയ ബഡ്ജറ്റാണ്. പക്ഷേ അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ഇതിൻ്റെ റിസൾട്ട് നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇമേജ് വൈസ് ആയി കഴിഞ്ഞാലും സൗണ്ട് വൈസ് ആയി കഴിഞ്ഞാലും മ്യൂസിക് വൈസ് ആയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു സ്ക്രീനിലൊരു സിനിമ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയും ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അപ്പം ഇങ്ങനെയാണ്, ചെറിയ ബഡ്ജറ്റിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ സിനിമ ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് പങ്കാളിയാകുന്നത് എങ്ങനെയാണ്? സിനിമയുടെ നിർമ്മാണത്തിലേക്ക് പങ്കാളിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇഫ് യു കാൻ ഫൈൻഡ് എ പാത്ത് മേക്ക് യുവർ ഓൺ എന്നുള്ളൊരു കോട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. സോ എനിക്ക് വഴികൾ പലതും കണ്ടെത്താൻ പറ്റില്ല. ഞാനൊരു ആക്ടറാണ്, കെ ആർ നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. സോ എനിക്ക് പല വഴികളും കണ്ടെത്താൻ പറ്റില്ല. ചാൻസ് സീക്കിങ് എല്ലാം ശ്രമിക്കുന്നുണ്ട്, എന്നാലും ഒരു അവസരം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ ഞാൻ എൻ്റേതായ ഒരു അവസരം സൃഷ്ടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്തും എൻ്റെ മറ്റു പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് എമൗണ്ട് ഉണ്ട്, നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്കത് ഓണാക്കാം എന്നുള്ള അവിടെ നിന്നാണ് തുടങ്ങുന്നത് പലതും. സോ അതിനകത്ത് നിപിൻ ഇന്നായി, പിന്നെ അവിടെ നിന്ന് പയ്യെ അത് ഡെവലപ്പ് ചെയ്ത് നീ കാണുന്ന ഈ ഒരു IFFK ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ വരെ എത്തി. ഇതിനുള്ള ഒരു ധൈര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 2 ഫാക്ടേഴ്സാണ് എനിക്കുള്ളത്. ഒന്ന്, എൻ്റെ പാർട്ണർ, എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ണറാണ്. എൻ്റെ കല്യാണം കഴിക്കാൻ പോവാണ്, എലിസബത്ത് മാത്യു എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അപ്പോൾ പുള്ളിക്കാരിയുടെ സപ്പോർട്ട്. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് മൈ ടീം. എനിക്ക് ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസാണ് ഈ പടത്തിൽ വർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ നിബിൻ, സിനിമാറ്റോഗ്രാഫർ ആദർശ്, സൗണ്ട് ചെയ്തേക്കുന്നത് നന്ദഗോപൻ, ഗോകുലാർനാഥ്, പിന്നെ എഡിറ്റർ അമൽ, മ്യൂസിക് ഡിസൈൻ ഫെബിൻ തോമസ്, പിന്നെ ആക്ടേഴ്സ് ഓഫ് കോഴ്സ് ഞാനും ജിതേഷും. അത്രയും ക്വാളിറ്റിയുള്ള ഒരു ടെക്നീഷ്യൻസാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് വർക്ക് ചെയ്തേക്കുന്നത്. സോ ഇതിനകത്ത് ഫണ്ട് ചെയ്യാനുള്ള മറ്റൊരു ധൈര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയുള്ള റിസൾട്ട്സ് കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇത് ചെയ്തേ പറ്റൂ, ഇതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തും കൂടിയാണ് ഇന്നിവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. 2 കഥാപാത്രങ്ങളുള്ള സിനിമയിൽ സംഭാഷണങ്ങളുടെ ഈ കഥ ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പം അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? അങ്ങനെ ഒരു ആക്ച്വലി ആ സംഭാഷണങ്ങൾ വളരെ വലുതായിരുന്നു എഴുതി വന്നപ്പോൾ. അതിനുശേഷം നമ്മൾ ആ ഷൂട്ടിൻ്റെ പ്രോസസ്സിലാണ് അതിനെ കുറച്ചുകൂടെ ഒരു ക്രിസ്പാക്കി നമ്മൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് ആക്ച്വലി ഡയലോഗ് ഓർത്ത് വെച്ച് പറയാൻ പാടില്ല. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന നാടകങ്ങൾ ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അവസാനത്തെ ഒരു ക്ലൈമാക്സിൽ ഒരു 7 മിനിറ്റുള്ള ഒരു സിംഗിൾ ടേക്ക് ഉണ്ട്. അതും ഇതേപോലെ തന്നെ ഡയലോഗ് ഓറിയൻറ്റഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംഭാഷണങ്ങളുള്ള. അപ്പം അതെല്ലാം നാടകമാണ് ഹെൽപ്പ് ചെയ്തത് ആ ഡയലോഗുകൾ ഓർത്ത് വെക്കാനും അത് മീൻസ് അഭിനയിച്ച് ചെയ്യാനും ഒക്കെ. ഈ സിനിമയുടെ അണിയറ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ IFFKയിലെത്തിയപ്പോൾ ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും നിവിൻ്റെ പ്രോജക്റ്റുകളിലും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഡയറക്ടേഴ്സിൻ്റെ പ്രോജക്റ്റുകളിലായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വർഷത്തെ പരിചയവും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഉള്ളത് ഇതിന് ഭയങ്കര ഹെൽപ്ഫുള്ളായി. ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്താനും അത് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യുന്നതിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. IFFKയിൽ വന്നു, ഇന്നലെ അതിൻ്റെ പ്രീമിയർ കഴിഞ്ഞു, നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം ബാക്കി ഷോയ്ക്കും ആളുകളുണ്ടാവും, എല്ലാവരും കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.